ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർക്കാതെ ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 2 ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു പുഡിങ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ. അതിനായി ഒരു വലിയ കരിമ്പിൻ്റെ 4/1 ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിങ്ങനെ കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കരിമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കരിമ്പിൻ്റെ നിറമൊക്കെ നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പ്രയാസമായതുകൊണ്ട് ഇതിനെ 4 പീസാക്കി വീണ്ടും മാറ്റുന്നുണ്ട്. നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു പീസിനെ വീണ്ടും നമ്മൾ ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കരിമ്പൊക്കെ മുറിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. ഇനി നമ്മൾ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. അതിന് വേണ്ടി അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കരിമ്പിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കരിമ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ സാധാരണ കരിമ്പിൻ നീര് എടുക്കുന്നത് കാണാറുള്ളത് നമ്മുടെ വഴിയോരങ്ങളിലൊക്കെ കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന അവരുടെ അടുത്ത് മെഷീനിലാണ് കാണാറുള്ളത്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയാണ് കരിമ്പിൻ്റെ നീര് എടുക്കുന്നത്. അതും നമ്മുടെ മിക്സി ഉപയോഗിച്ചാണ് നമ്മളിന്ന് കരിമ്പിൻ നീര് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കരിമ്പൊക്കെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ നീര് വേർതിരിച്ചെടുക്കണം. നീര് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു വൃത്തിയുള്ള കോട്ടൻ്റെ തുണി നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കരിമ്പ് അടിച്ചെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ തുണിയിലേക്ക് ഇട്ടിട്ടുള്ള കരിമ്പിൻ്റെ നീര് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള കരിമ്പാണിത്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൽ നീരൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള എല്ലാ കരിമ്പും ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു കരിമ്പിൽ നിന്നും ഒരു 1.25 കപ്പ് കരിമ്പിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കരിമ്പിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. കരിമ്പിൻ നീരായതുകൊണ്ട് തന്നെ നമുക്കിതിൽ പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്കിനി പഞ്ചസാര കൂടുതൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഒട്ടും പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മളിന്ന് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ഏലക്കായയുടെ തൊലിയില്ലാതെ അതിൻ്റെ ഉള്ളിലെ ഭാഗം മാത്രമാണ്. അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ കരിമ്പിൻ്റെ നീരൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കരിമ്പിൻ്റെ നീരും ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമ്മളിനി തിളപ്പിച്ചെടുക്കുക ഒരു 5 മിനിറ്റ്. ഇപ്പം നമ്മുടെ കരിമ്പിൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സൽക്കാരങ്ങളിൽ വെറൈറ്റി ആയിട്ട് ഈ ഒരു കരിമ്പിൻ പുഡിങ്ങും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ നല്ല ചൂടോടുകൂടി തന്നെയാണ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ ഒരു കരിമ്പിൻ പുഡിങ്ങിനെ നമുക്ക് ചില്ല് പോലൊരു പുഡിങ് എന്നും പറയാം. ഇപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പുഡിങ്ങിന് ഒരു ലൈറ്റ് പിസ്ത കളറായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്